പറഞ്ഞാൽ കുറേ തെറ്റുകൾ എൻ്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചിട്ടുണ്ട്. അതിന്ന് ഏറ്റി പറയുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഈ ഓൺലൈനിൽ കാണുന്നതും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കാണുന്നതൊക്കെ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കാരണം ജീവിതം ഇതൊന്നും അല്ലടാ. കാരണം വേറെ ഒന്നുമല്ല, ഇതൊന്നും അല്ല. ഈ ഇൻസ്റ്റാ ലൈഫ് അല്ലെ ഫേസ്ബുക്ക് ലൈഫ് അല്ലെങ്കിൽ ജീവിതം എന്ന് പറയുന്നത് നമുക്കൊരു പഠിച്ച് നല്ല ജോലി വാങ്ങിച്ച് കുടുംബം നോക്കുന്ന ആടെ എപ്പോഴും ഏറ്റവും നല്ല ഒരു ചിന്ത എന്ന് പറയുന്നത്. കാരണം എൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ആദ്യം തൊട്ടേ വീഡിയോസ് ഇട്ട് ഇവിടം വരെ എത്തുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളായിരുന്നു. പക്ഷെ നമ്മൾ മനസ്സിൽ പോലും കരുതാത്തതും പറയാത്തതും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാണ് മാറ്റം അനിവാര്യമാണെന്ന് തോന്നുന്നത്. കാരണം വേറെ ഒന്നുമല്ലടാ, ഇതൊന്നും അല്ല. ദയവേത് എനിക്ക് നിങ്ങളോടാണെങ്കിലും പറയാനുള്ളത്, ഈ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലെല്ലാം കാണുന്ന ലൈഫല്ല. നമ്മളെപ്പോലും ഈ ഇതിനകത്ത് അഡിക്റ്റഡായി പോയാൽ തീർന്ന്. കാരണം എനിക്കൊരു അനുഭവമുണ്ട്. ഞാൻ ഇതിനകത്തൊന്ന് അഡിക്റ്റഡായി പോയി. ഇപ്പോൾ ഞാൻ റിക്കവറായി വരികയാണ്. എൻ്റെ ചങ്ക് കൂട്ടുകാർ വന്നപ്പോൾ പോലും എനിക്ക് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ പോലും പറ്റിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത്, ഇതിൻ്റെ പുറകെ നിൽക്കല്. കാരണം ചിന്തകൾ മാറിപ്പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പിടിച്ചാൽ കിട്ടത്തില്ല. മൈൻഡ് മാറിക്കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടത്തില്ല. പണ്ടൊക്കെ ഞാൻ എന്തോരം ജോലികൾ ചെയ്യും. തൊഴിലുറപ്പിന് പോകുന്നു, അതേപോലെ വീട്ടിലെ ചാണകം വരുന്നു, ആട്ടുംകൂടിൻ്റെ അടിയിൽ നിന്ന് ചാണകമൊക്കെ വരും. പിന്നെ അതേപോലെ മുറ്റം എല്ലാം ക്ലിയറാക്കി നല്ല എന്നാ പറയാൻ പണി ചെയ്യാനുള്ള മടിയാണ്. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മാറും. സത്യം പറഞ്ഞാൽ പൈസ ഉണ്ടെങ്കിൽ എനിക്ക് ഫോളോവേഴ്സും റീച്ചും എല്ലാം ആവും. പക്ഷേ ഇതൊന്നും ഇല്ലെങ്കിൽ ഒന്നുമില്ല. കാരണം എനിക്കാണെങ്കിലും നിങ്ങളോട് പറയാനുള്ളത്, ഇതിൻ്റെയൊക്കെ പുറകെ പോകണം. വല്ലപ്പോഴൊക്കെ ആണെങ്കിലും നിങ്ങളുടെ ഒരു സപ്പോർട്ടെങ്കിൽ വേണം. പക്ഷേ നമ്മൾ എങ്ങനെ നിൽക്കുന്നു, എങ്ങനെ നിന്ന് രക്ഷപ്പെടുന്നു എന്ന് നോക്കിയിട്ട് മാത്രം ഇതിലേക്കൊക്കെ വരിക. കാരണം എനിക്ക് അനുഭവമുണ്ട്. എനിക്ക് കുറേ അനുഭവങ്ങൾ പറ്റി. അതുകൊണ്ട് മാത്രം ഇതിനകത്ത് വന്ന് മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ്. കാരണം ഓൺലൈൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും ഒക്കെ പുറകെ പോകണം. പക്ഷെ നമ്മുടെ കയ്യിൽ പൈസയും ഇതേപോലെ ജീവിക്കാനുള്ള മാർഗ്ഗം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെയൊക്കെ പുറകെ പോകുള്ളൂ. അല്ലാതെ വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടൈം വെറുതെ വേസ്റ്റ് ആകുകയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കഴിവതും പഠിക്കുക, നല്ല ജോലി വാങ്ങുക, ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുക. കാരണം ഒരനുഭവം വന്നു കഴിയുമ്പോഴേ അത് പഠിക്കത്തുള്ളൂ എന്ന് പറയും. ആ അനുഭവം എനിക്ക് വന്നു. ചിന്ത വന്നടാ, സത്യം പറഞ്ഞാൽ നല്ലൊരു ജോലിയൊക്കെ നോക്കണമെന്ന് ആഗ്രഹമുണ്ട്. ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയി. കുഴപ്പമില്ല, കയറി വരുമായിരിക്കും. ഒന്നുകൂടെ ഉയരങ്ങളിലെത്തണം. രക്ഷപ്പെടുമെന്ന് ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട്. ഇപ്പോൾ എല്ലാവരും കൂടെ നിൽക്കുക. ഇതിനകത്ത് വന്ന് പറയുന്ന പോലെ അല്ല കേട്ടോ. കാരണം നമ്മൾ ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ട് കുറേ നേരം സംസാരിക്കുന്നതൊന്നും അല്ല ലൈഫ്. കാരണം നമ്മൾ നല്ലൊരു ജോലിക്ക് പോകുന്നു, കൂട്ടുകാരെ കാണുന്നു, സംസാരിക്കുന്നു, മൈൻഡ് മാറുന്നു. അതൊക്കെയാണ് ജീവിതം. കാരണം ഏലത്തിൻ്റെ നടക്കുന്നു, ഹൈ റേഞ്ചിൻ്റെ നടക്കുന്നു, ഇതിനകത്ത് വന്നിട്ട് പറയുന്നതല്ല ജീവിതം. അപ്പോൾ എല്ലാ പരിപാടികളും നിർത്താൻ ഞാൻ പറയത്തില്ല. പക്ഷേ ആഗ്രഹങ്ങളുടെ പുറകെ പോകുമ്പം നമ്മുടെ വീട്ടുകാര്യങ്ങളും എല്ലാം നോക്കണം. അപ്പം ഞാൻ നന്നായി തീരുമാനിച്ചു.